കുറ്റിപ്പുറം അമാര ആശുപത്രിയിലെ നഴ്സ് അമീന മരണപ്പെട്ട സംഭവത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. അമീനയുടെ കുടുംബത്തിന് ആശുപത്രി അധികൃതർ നഷ്ടപരിഹാരം നൽകണമെന്നും നേതാക്കൾ പറഞ്ഞു. നഴ്സിന്റെ മരണത്തെ തുടർന്നുണ്ടായ സമരങ്ങളെല്ലാം അഡ്ജസ്റ്റ്മെന്റ് സമരമായാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായ ഒരു കോലാഹലം. സമരം നടത്തിയവരൊക്കെ LDF സർക്കാരിനൊപ്പം നിൽക്കുന്നവരും മറ്റുമാണ്. കുത്തഴിഞ്ഞ ആരോഗ്യവകുപ്പിന്റെ കൊള്ളരുതായ്മ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. സംഭവം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുക്കാനായി നേതാക്കൾ ചോദിച്ചു. അമീനയുടെ കുടുംബത്തിന് ആശുപത്രി അധികൃതർ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആശുപത്രി മാനേജ്മെന്റ് അംഗങ്ങളുമായി സംസാരിച്ചതായും നേതാക്കൾ വിശദീകരിച്ചു. നമ്മൾ സഹപ്രവർത്തക ഒരു സ്ഥാപനത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഫ്ലെക്സ് പോലും വെച്ചില്ല, ഒരു ആദരാഞ്ജലി അർപ്പിച്ച് അതിനുള്ള സംവിധാനം ചെയ്തില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡി ആരോഗ്യമിക്ക് കൃത്യമായിട്ട് പോയില്ല. അതിന് അടിയന്തരമായ കുടുംബത്തെ ബന്ധപ്പെട്ട കുടുംബത്തിന് വേണ്ട ധനസഹായം പ്രഖ്യാപിച്ചില്ല. ഒന്നും അഴകുഴപ്പം നയ ഇതൊക്കെ ആർക്കും ഒരു പ്രസ് റിലീസ് അത് വന്നിട്ടുണ്ടാകും. ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു പറഞ്ഞിട്ട് അതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ അവരിതുമായി അവിടെ ഇല്ല ഇവിടെ ഇല്ല തൊടാതെ 2 തൂണി കാര്യത്തിലേക്ക് സംവിധാനങ്ങൾ അവർ ചെയ്യുന്നത്. ഇത് അതാണ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത്. കൃത്യമായ ആ കുടുംബത്തിന്, പാവപ്പെട്ട കുടുംബത്തിന് അതിന് അവർക്കിത് എങ്ങനെ പോകണം, എന്ത് ചെയ്യാന്ന് രണ്ട് ധ്രുവങ്ങൾ കിടക്കണം. അവർ കോതമംഗലത്ത് ഒരു പാവപ്പെട്ടത് ആരാധ ഏറ്റെടുക്കാൻ ചെയ്യാന്നുള്ള ഒരു ഇതില്ല. ഈ കുട്ടിയാണ് ഇവിടെയാണ് മരിക്കും ചെയ്തത്. അപ്പൊ ഇവിടെ ഇതേ രീതിയിലും അവിടെ അങ്ങനെ പോകണം. അവർ പ്രദേശത്ത് വരികയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവരെ പോലീസുമായി ബന്ധപ്പെട്ട് അവരൊന്നും മൊഴി കൊടുക്കുക, അവരെ പരാതി കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഡിവൈഎസ്പി തലത്തിൽ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ അവര് വന്നു കഴിഞ്ഞ് അവര് ഇതുമായിട്ട് മാനേജ്മെന്റ് നമ്മളെന്താ സംസാരിച്ച് മാനേജ്മെന്റ് കൃത്യമായി നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എങ്കിൽ നമ്മുടെ പാർട്ടിയുടെ തീരുമാനം കൃത്യമായിട്ട് ഈ കേസ് അനാസ്ഥ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കും അതേപോലെ തന്നെ ആസ്പത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഇതിലേക്കും 2 തലത്തിലുള്ള സമരം പാർട്ടി ഏറ്റെടുത്ത് നടക്കും. കൃത്യമായിട്ട് നടത്തും. അതിൽ യാതൊരു സംശയവും വേണ്ട. 2 തലത്തിലേക്കും സമരം കൃത്യമായിട്ട് നടത്തും. ഹോസ്പിറ്റലിലേക്കും നടത്തും, വീട്ടിലേക്ക് നടത്തും. അതേപോലെ തന്നെ നാളെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്ര MP വരുന്നുണ്ട്. അവർ എറണാകുളത്ത് എത്തിയാണ്. അപ്പൊ അവരെ ശ്രദ്ധയിൽ ഈ വിഷയം ഞാൻ പറയുന്നുണ്ട്, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു പെൺകുട്ടിയാണ് മരിച്ചിട്ടുള്ളത്, എറണാകുളത്തുള്ള കുട്ടിയാണ്. അപ്പൊ കൃത്യമായിട്ട് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് നിലക്ക് അവർ വിഷയങ്ങൾ അവർ ധരിപ്പിക്കും. ബാക്കി അനന്തര നടപടി അവരെയും കൂടി ശ്രദ്ധയിൽപ്പെടുത്തി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതും കൂടി അവരെ ഞങ്ങൾ ഈ വിഷയത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പാറക്കൽ ബഷീർ, മടത്തിൽ ശ്രീകുമാർ, അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ, ഭാസ്കരൻ, മനോജ് പേരശന്നൂർ, VP ബാസിൽ, TK ബഷീർ, പാറമ്മൽ മുഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.